ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് ഫോർട്ട് കൊച്ചി ധോബി ഖാനയിൽ നമ്മൾ ആരും അധികം കാണാത്ത, എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ഹിസ്റ്ററി 1720 ഡച്ച് ഗവൺമെൻറ് വണ്ണാൾ സമുദായത്തിലെ കുടുംബങ്ങളിൽപ്പെട്ട ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നു ഫോർട്ട് കൊച്ചിയിലേക്ക്. എന്തിനാണെന്നോ, ഡച്ച് പട്ടാളത്തിൻ്റെ യൂണിഫോം അലക്കുന്നതിനായിട്ടാണ് കൊണ്ടുവന്നത്. അവർക്കായിട്ട് 13 ഏക്കർ സ്ഥലം അനുവദിക്കുകയും അവരുടെ കുടുംബങ്ങൾക്കായിട്ട് 80 പരമ്പരാഗത മണൽ തുരന്ന് കുളങ്ങൾ സ്ഥാപിക്കുകയും ചെയ്തു. 1976 ധോബി ഖാന ഇങ്ങനെ പുനർനിർമ്മിച്ചത്. നമ്മൾ കയറുമ്പോൾ തന്നെ അവിടെ ഒരു വലിയ സ്റ്റോർ റൂമാണുള്ളത് കേട്ടോ. അലക്കിയ തുണികൾ അയൺ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അവിടെ ഒരു അയൺ ബോക്സ് ഒക്കെ ഉണ്ട്. മുമ്പത്തെ ആ ഒരു ചിരട്ട കത്തിച്ച കനലൊക്കെ കൊണ്ട് അയൺ ചെയ്യുന്നത്. നല്ല വെയിറ്റ് ആയിരുന്നു കേട്ടോ അതിന്. അപ്പോൾ ഇതാണ് ഇവരുടെ ലാസ്റ്റ് പ്രോസസ്സിങ് നടക്കുന്നത്, അയണിങ് ചെയ്യുന്ന സ്ഥലം. കണ്ടില്ലേ, ഒരുപാട് സ്പേസിൽ ഒരുപാട് തുണികളും ഒരുപാട് അയൺ ബോക്സുകളും. അതും നമ്മൾ യൂസ് ചെയ്യുന്ന പോലെയല്ല കേട്ടോ, നല്ല വെയിറ്റുള്ള അയൺ ബോക്സ് അവിടെ ഉള്ളത്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് പോകുമ്പോൾ റൈറ്റ് സൈഡിലായിട്ട് ഡ്രയേഴ്സാണ് ഈ കാണുന്നതെല്ലാം. ഇതൊക്കെ അലക്കിയ തുണികൾ ഡ്രൈ ചെയ്യുന്നതാണ്. അതിനുശേഷമാണ് അവർ അയൺ ചെയ്യുന്നത്. കണ്ടോ? അങ്ങനെ അവിടുന്ന് നടന്ന് മുമ്പോട്ട് വരുമ്പോൾ ഒരു ചേട്ടൻ നമുക്കിങ്ങനെ കാണിച്ചു തന്നു ഡ്രയറിന് അകത്തെല്ലാം. കണ്ടോ, എന്ത് വലിയ ഡ്രയറാണ് അല്ലേ. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണുള്ളത് വലിയൊരു വാഷിംഗ് മെഷീൻ. നോക്കിക്കേ എന്ത് വലുതാണെന്ന്. ആ ചേട്ടൻ പറഞ്ഞു അറ്റ് എ ടൈം 60 മുതൽ 70 ബെഡ്ഷീറ്റുകൾ വരെയും ഇതിനകത്ത് അലക്കാമെന്നു. അപ്പോൾ ഇതൊരെണ്ണം നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അതാകുമ്പോൾ ഒരു മാസത്തെ തുണികൾ നമുക്ക് ഒറ്റയടിക്ക് അലക്കിയെടുക്കാം. എന്താ, ഒന്ന് എടുക്കട്ടെ. അങ്ങനെ ഇതും കണ്ട് ഞങ്ങളിങ്ങനെ നടന്നപ്പോൾ ഇവിടെയാണ് വിശാലമായ ഷോറൂം എന്നൊക്കെ പറയുന്നത് പോലെ വിശാലമായ ഒരു സ്പേസ്. എന്ത് വലിയ ഗ്രൗണ്ടാണ്. അവിടെ നിറയെ അഴകൾ ഇങ്ങനെ കെട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, കുറേ സ്പേസ് ഇങ്ങനെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ സ്ലോട്ടാണ് ഓരോരുത്തർക്കും വേണ്ടിയിട്ടുള്ളത്. അവിടെ ഓരോരുത്തർക്കുള്ള അലക്കുന്ന കല്ലും വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ട്. കണ്ടോ, അത് ഓരോരുത്തർക്ക് ആയിട്ട് അലോട്ട് ചെയ്തിട്ടുള്ള സ്പേസാണ്. അങ്ങനെ ഈ ചേട്ടൻ ഇപ്പം നമുക്ക് പറഞ്ഞു തരുന്നത്, മുമ്പത്തെ കാലത്ത് സ്റ്റീം ചെയ്തത് പുഴുങ്ങി അലക്കുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് കോട്ടൺ ഡ്രസ്സുകൾ അവർ ഇങ്ങനെ സ്റ്റീം ചെയ്യും. കുറച്ച് നനച്ചത് സ്റ്റീം ചെയ്താൽ അതിലെ കറകളൊക്കെ പോയിട്ട് വേഗം അത് നല്ല രീതിയിൽ അലക്കിയെടുക്കാൻ പറ്റും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് ആ ഒരു സ്റ്റീമർ. ഇത് ചൂടാക്കിയിട്ട്, ഈ കല്ല് ചൂടാക്കിയിട്ട് ഇതിൻ്റെ മേലെയാണ് ചുറ്റും അവരിങ്ങനെ തുണികൾ വെച്ച് കൊടുക്കും. അപ്പോൾ ഇതിൻ്റെ മെക്കാനിസം കാണാനായിട്ട് ഞങ്ങളിതിൻ്റെ പുറകിലേക്ക് പോയി. കണ്ടോ, ആ ഒരു ഹോള് കണ്ടോ? ആ ഹോളിലൂടെ ആയിരിക്കും അവർ വിറകോ എന്തൊക്കെ വെച്ചിട്ട് അത് കത്തിക്കുന്നുണ്ടാവുക. അത് ചെറിയ രീതിയിൽ ചൂടാകുമ്പോൾ ഓഫ് ചെയ്യും കേട്ടോ, അങ്ങനെ പറഞ്ഞത്. അങ്ങനെ അവിടെ നിന്ന് വരുമ്പോൾ ഞങ്ങൾ വലിയ കിണർ കണ്ടു. ഇതുപോലെ 2 കിണറുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആ കിണറും അവിടുത്തെ പറമ്പൊക്കെ കണ്ടങ്ങനെ നിന്നു. ഇതാണ് നമ്മുടെ ക്യാമറാമാൻ. അങ്ങനെ അതും കണ്ട് ഞങ്ങൾ അടുത്തായിട്ട് മീറ്റ് ചെയ്തത് ഇവിടുത്തെ സുരേഷ് ഏട്ടനെയാണ്. ഈ സുരേഷ് ഏട്ടന് ഇവിടെ സ്വന്തമായ റൂമുണ്ട്, അവിടെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ? അപ്പോൾ ഈ റൂംസ്, ഇതുപോലുള്ള ഒരുപാട് റൂംസ് ഇവിടെയുണ്ട്. ഇത് ഇവിടുത്തെ സ്റ്റോർ റൂമാണ് കേട്ടോ. ഇവിടുത്തെ ആളുകൾ ഓരോ സ്ഥലത്തു നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് വരുന്ന തുണികൾ അവർ ആ സ്റ്റോർ റൂമിലാണ് അടക്കി വെച്ചിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് സ്റ്റോർ റൂംസ് നമുക്കിവിടെ കാണാം. അപ്പോൾ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. കണ്ടല്ലോ, അവരുടെ പെർമിഷൻ ചോദിച്ചിട്ട് വേണം വീഡിയോ എല്ലാം എടുക്കാൻ. ഇനി വെക്കേഷൻ ടൈമാണ് വരുന്നത്. അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ട് രാവിലെ ടൈമിൽ തന്നെ ഒന്നവിടെ പെർമിഷൻ ചോദിച്ച് കയറുവാണെങ്കിൽ ഇതൊക്കെ പിള്ളേർക്ക് കാണിച്ചു കൊടുക്കാം. നല്ലൊരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നല്ല ഒരു ഡേ വിഷ് ചെയ്യുന്നു. ഹാവ് എ ഗുഡ് ഡേ ടു എവ്രി വൺ. ടേക്ക് കെയർ. ബൈ.